ദൈവം നമ്മളെ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് വിടുമ്പോൾ ദൈവത്തിന് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ഓരോ കുഞ്ഞിനെ കുറിച്ചും ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം ആ വ്യക്തികളെ പലപ്പോഴും സഹനങ്ങളിലൂടെയാണ് ഒരുക്കുക. പല ബിസിനസ്മാന്മാരും പറഞ്ഞത് കേട്ടിട്ടില്ലേ, ഞാൻ വളരെയധികം സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇത്രയും ഒരു ഉയർച്ചയിലെത്തിയത്. ഉൽപ്പത്തി 45:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദൈവികമായ പദ്ധതി ആ സഹനത്തിലൂടെ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് ജോസഫ് ഇവിടെ പറയുന്നത്, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. കണ്ടോ, ഇവൻ ഈ സഹനങ്ങളിലൂടെ കടന്നുപോയില്ലായിരുന്നെങ്കിൽ ഈജിപ്തിലെ ദേശാധിപതിയാകാൻ കഴിയുമായിരുന്നോ? ഇതാണ്, സഹനങ്ങളിലൂടെയാണ് ദൈവം ദൈവികമായ പദ്ധതികള് വെളിപ്പെടുത്തി തരിക.